ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ തിരുവോണ ദിനാശംസകൾ. എല്ലാവരോടും സ്നേഹവും കടപ്പാടും നന്ദിയും എല്ലാം ഉണ്ട്. അതെല്ലാം ഒരു വശത്ത്. അപ്പോൾ ഞാൻ വെളുപ്പിന് എണീറ്റു. ഫസ്റ്റ് തന്നെ ചാണകം തളിച്ചു. ചാണകമൊക്കെ പഴയ പൂക്കളൊക്കെ മാറ്റിയിട്ട് ചാണകം തളിച്ച് ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് ഞാൻ പൂക്കളിർത്തപ്പോൾ തന്നെ പൊന്നുവിനെ വിളിച്ചുണർത്താൻ മറന്നില്ല. ഇടയ്ക്ക് വെച്ച് പൊന്നുവിനെ വിളിച്ചുണർത്തി അവൾക്ക് പല്ല് തേക്കാനുള്ള ഇതൊക്കെ കൊടുത്ത് അവൾ പല്ലൊക്കെ തേച്ചിട്ട് വീണ്ടും വന്നു. അവൾക്കും കൂടെ ചേർന്ന് പൂക്കൾ ഇടണമെന്നാണ് അവൾ ആഗ്രഹം. അങ്ങനെയാണ് അവളെയും കൂടെ ഉണർത്തി വെളുപ്പാക്കാലത്തെ കൊച്ചിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ പൂക്കളിട്ട് ഇവിടെ പകുതി പൂക്കൾ ഇറുത്ത് വെച്ചിട്ട് തന്നെയാണ് അടുക്കളയിലോട്ട് കയറിയത്. അടുക്കളയിൽ കയറി കഞ്ഞിക്കും ഇട്ട് സാമ്പാറിനുള്ള വകയും തട്ടിൽ മാവും കോരി ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പൂക്കളിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ നേരം വെളുത്തില്ല. എന്നാലും നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ പൂക്കളിട്ട് തുടങ്ങി. ഞാനും പൊന്നും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളുടേതായ രീതിയിലൊരു കുഞ്ഞു പൂക്കളം ഞങ്ങൾ തീർത്തു. എല്ലാവർക്കും എൻ്റെ പൂക്കളം ഇഷ്ടമായല്ലോ. എൻ്റെ പൊന്നൂനും ഞാനും ഒന്നിച്ച് പറയണേ ഹാപ്പി ഓണം. അപ്പോൾ വീണ്ടും വന്ന് അടുക്കളയിലേക്ക് കയറി. ഒരു പണിപ്പുര തന്നെയാണ്. തിരുവോണത്തിൻ്റെ അന്ന് നല്ലൊരു സദ്യ കൊടുക്കണം. അപ്പം ഇന്നത്തെ ഓണം മൂത്ത മോളും മരുമോനും അവരുടെ 2 മക്കളും ഞാനും എൻ്റെ ഭർത്താവും മാത്രം അടങ്ങിയതാണ് ഇന്നത്തെ തിരുവോണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഞാൻ വേഗത്തിൽ ഇടപെടാന്ന് എടുത്തു. അപ്പോൾ എനിക്ക് രാവിലെ എടുത്ത വീഡിയോയാണ് അപ്ലോഡാക്കിയത്. വൈകുന്നേരം ആണ്. അത്ര ക്ലിയർ അല്ല. പുറത്ത് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം റെക്കോർഡുണ്ട്. അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ പൂക്കളത്തിൻ്റെയൊക്കെ ഒരു ഫങ്ഷനും അവിടുത്തെ മേളങ്ങളും എല്ലാം തകൃതിയിൽ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പകല് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് രാത്രി വരെ കാക്കേണ്ടി വന്നത്. അപ്പോൾ പായസത്തിന് അടപ്പായസമാണ് വെച്ചത്. ഇന്നത്തെ സ്പെഷ്യൽ ഇഞ്ചി, മാങ്ങ, നാരങ്ങ, അവിയൽ, കിച്ചടി, തോരൻ, പരിപ്പ്, പപ്പടം, സാമ്പാർ, മോരുമുളക്, ഉപ്പേരി, പഴം, അടപ്പായസം. ഇത്രയും കൂട്ടി നല്ലൊരു സദ്യ എനിക്ക് ഒരുക്കാൻ പറ്റി ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പോൾ നല്ലൊരു സദ്യ, കൂട്ടാനും നല്ല സദ്യയും എല്ലാം തന്നെ കണ്ടപ്പോൾ പൊന്നൂന് കഴിച്ചില്ലെങ്കിലും അവളുടെ വയറ് നിറഞ്ഞു വന്നതുപോലെയായി. കാരണം അവൾക്ക് നല്ലൊരു സദ്യയും കൂട്ടി എല്ലാവരും ഒരുമിച്ച് കഴിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പൊന്നൂൻ്റെ ആദ്യത്തെ ഓണമാണിത്. അപ്പോൾ പൊന്നൂന് ഹാപ്പി ആയെന്ന് എനിക്ക് നല്ല മനസ്സിലായി. നല്ല സൂപ്പർ സദ്യ, സൂപ്പറായിരിക്കുന്നു കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ് നല്ലതായിട്ട് അവൾ നന്നായിട്ട് കഴിച്ചു ആഹാരം. അങ്ങനെ ഇലയിട്ട് നമ്മൾ എല്ലാവരും തറയിലിരുന്ന് ഇലയിട്ട് ഊണും കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. നിങ്ങൾക്കും ഇതുപോലെ ഇതിനേക്കാൾ അടിപൊളിയായി നിങ്ങളുടെ വീട്ടിലും സദ്യ ഒരുക്കുമെന്ന് അറിയാം. എന്നാലും എൻ്റെ ഈ ഒരു കുഞ്ഞു സദ്യയും ഈ കുഞ്ഞു വിഷ്വലും കാഴ്ചകളും എല്ലാം നിങ്ങളുടെ വലിയ വിഷ്വലിൻ്റെ ഇടയിൽ പോയി മുങ്ങിപ്പോകരുത്. എന്നെയും എൻ്റെ വീഡിയോയും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഓണവിശേഷവും ഓണസദ്യയും എല്ലാം നമ്മളിവിടെ കഴിയുകയാണ്. നമുക്ക് വേറെ ആട്ടവും പാട്ടവും ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഈ സദ്യ ഒരുക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. എല്ലാവരോടും താങ്ക്സ്. ഗുഡ് നൈറ്റ്.